അപ്പൊ നമ്മൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുർസലീങ്ങളെ എണ്ണമാണ്, ബദരീങ്ങളെ എണ്ണം. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതിൽ നിന്ന് 8 ആൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഓരോരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മുഹാജിറുകളായ സ്വഹാബത്തിനോടും 5 അൻസ്വാരികളായ സ്വഹാബത്തിനോടും, അങ്ങനെ 3ഉം 5ഉം 8 ആളോട് റസൂലുള്ള വരണ്ടെന്ന് പറഞ്ഞു. വരണ്ട, നിങ്ങൾ പോണ്ടാന്ന് അങ്ങനെ പറഞ്ഞ ഒരാള് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദറിൽ പങ്കെടുത്ത മോനെ ഇല്ല, എന്നാലും ഒരു ബദരീങ്ങളിൽ പെട്ട ആളാണെന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി. കാരണം എന്താണെന്നറിയോ? ബീരീദർ ത്വാഹ മകൾ റുഖിയത്ത് ബീവിക്കം നാൾ ദിനം ആമെ മികത്ത്. ബീരീദർ ത്വാഹ മകൾ റുഖിയത്ത് ബീവിക്കം നാൾ ദിനം ആമെ മികത്ത്. പാരിത്ത മൂലം ദിന്നൂറൈനിയോരാ പാർപ്പിത്ത് മിന്ന മനൈ തന്നിൽ ചേരാ. ബീരിദർ ത്വാഹ മകൾ റുഖിയത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളാണ്. ആര്? റുഖിയ ബീബി. ആ റുഖിയ ബീബി ആരുടെ ഭാര്യയാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ഭാര്യയാണ്. മറക്കണ്ട മോനെ, റസൂലുള്ളാഹിന്റെ മോളായ റുഖിയ ബീബി ആരുടെ ഭാര്യ? ഉസ്മാൻ തങ്ങളുടെ ഭാര്യയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ബദറിലേക്ക് പുറപ്പെടുമ്പോൾ റുഖിയ ബീവിക്ക് സുഖമില്ല, തീരെ വയ്യ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാനോട് പറഞ്ഞു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു, എന്ത്? ബീരിദർ ത്വാഹ മകൾ റുഖിയത്ത് ബീവിക്കെന്നാൽ ദീനം ആമേ മികത്ത്. ദീനം എന്ന് പറഞ്ഞാൽ സോക്കട് എന്ന് അതിന്റെ അർത്ഥം. ദീനം കൊണക്കട് എന്ന് പറയും പഴയ കാലത്ത്. കൊണക്കട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ ആൾക്കാർ കൊണക്കട് എന്ന് പറയാം. എൻ്റെ വല്യമ്മൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിക്കണ്, എൻ്റെ ഉമ്മാൻ്റെ അമ്മ ലാക്കട്ടർ എടുത്തൊന്ന് പോകണം, തീരെ കൊണക്കട് കൊണ്ട് വെച്ച. അങ്ങനെ അതിന് മരുന്ന് കൊടുത്താൽ പറയും, നിങ്ങൾക്ക് 4 സൈസ് കുള തന്നിക്കണെന്ന് പറയും. കുള. അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ആ വല്യമ്മാൻ്റെ വർത്താനം കേൾക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയൊക്കെ പറയാം. കുള 4 ദിവസത്തിന് കുള തന്നിക്കണെന്ന് പറയും. ഒരു മൊയ്തീൻ കോയ ഡോക്ടർ ഉണ്ടായിരുന്നു, അയാളും മരിച്ചു, ആ ഡോക്ടറും മരിച്ചുപോയി, ആ രോഗിയെ എൻ്റെ വല്യമ്മ രോഗിയും മരിച്ചുപോയി, എല്ലാവരും മരിച്ചുപോയി. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട റുഖിയ ബീബി റളിയല്ലാഹു അൻഹാക്ക് വയ്യാതായതുകൊണ്ട് ഹബീബായ തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാൻ നിങ്ങൾ വരണ്ട, എന്റെ മോളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് വരാൻ പറ്റിയില്ല. പരിത്ത മൂലം ദിന്നൂറൈനിയോരാ പാർപ്പിത്ത് മിന്ന മനൈ തന്നിൽ ചേരാ. പാരിത്ത മൂലം ദിന്നൂറൈനിയോരാ, സോക്കടിന്റെ കാരണം കൊണ്ട് ദിന്നൂറൈനിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് ബദറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. യുദ്ധം കഴിഞ്ഞുകൊണ്ട് നബി തങ്ങൾ മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ ഈ പൊന്നുമോള് വഫാത്തായിട്ടുണ്ടായിരുന്നു. പൊന്നുമോളെ പേരെന്ത്? റുഖിയ റളിയല്ലാഹു അൻഹാ. അപ്പൊ റസൂലുള്ളാഹിന്റെ മോള് ഫാത്തിമ ബീവിന്റെ മാത്രം ആണ്ട് റമദാനിലല്ല, ഫാത്തിമ ബീവിന്റെ ആണ്ട് മാത്രമല്ല, റുഖിയ ബീവിന്റെ ആണ്ട് റമദാനിലാണ്. കണ്ടോ? വേറെ അപ്പൊ ഒരാൾ ആരാണ്? ഉസ്മാനാണ്. പിന്നെ ഒരാള് പേരുറ്റ സഈദോരും എന്ന് പാട്ടിലുണ്ട്. സഈദാണ് ശരിക്കും. സഈദ് റളിയല്ലാഹു അൻഹുവിനോട് വരണ്ടാന്ന് പറഞ്ഞു. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോടും വരണ്ടാന്ന് പറഞ്ഞു. എന്താ വരണ്ടാന്ന് പറയാൻ കാരണം? പേരുറ്റ സഈദോരും ത്വൽഹത്തും 2 പേർ ഷാം കൊള്ളെ പോയി മുമ്പരുൾ കൊണ്ട് ബാരുന്ന താജിറുകൾ ചെയ്തി അറിണ്ട് ബന്ദ് ബദ്ർ ചേരും മുൻ പോർ കശിന്തില്ല പോരിൽ അവർ കാണൈവാനേ ഹംസ പിൻ അൻസാരിയ കളിൽ താനേ. 2 ആളെ പേര് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പിന്നെ 2 ആളെ പറഞ്ഞു. ആരെയാ പറഞ്ഞത്? പിന്നെ പറഞ്ഞത് സഈദ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു.
ഈ സഈദ് എന്നവർക്കും ത്വൽഹത്ത് എന്നവർക്കും വരാൻ പറ്റിയില്ല. എന്താ വരാൻ പറ്റാത്ത കാരണമെന്നറിയുമോ? പേർ ഷാം കൊള്ളേ പോയി മുമ്പരുൾ കൊണ്ട്. പേരുറ്റ സഈദോരും ത്വൽഹത്തും രണ്ട്, പേർ ഷാം കൊള്ളേ പോയി മുമ്പരുൾ കൊണ്ട്. അതായത് അതൊക്കെ ഞാൻ വളരെ ഷോർട്ടാക്കിയതാണ് ആ സംഭവങ്ങളെല്ലാം. അതായത് അല്ലാഹുവിന്റെ റസൂൽ മദീനത്തേക്ക് വന്നിട്ട് കൊല്ലം രണ്ടായി. ഈ ശത്രുക്കളാകുന്ന മക്ക മുശ്രിക്കീങ്ങൾ എല്ലാ നിലക്കും അല്ലാഹുവിന്റെ റസൂലിനെ പരാജയപ്പെടുത്താൻ, അപകടപ്പെടുത്താൻ ശ്രമിച്ചവരാണ്. അതിൽപ്പെട്ട അവസാനത്തെ ഒരു ശ്രമമാണ്. അതൊക്കെ പറയുമ്പോ ഒരുപാട് പറയണം. അല്ലാഹുവിന്റെ റസൂല് മദീനത്തേക്ക് റസൂലുള്ളയും സ്വഹാബത്തും ഹിജറ വരുമ്പോ മക്കത്തുള്ള മുഹാജിരീങ്ങളായ സ്വത്ത് മുഴുവനും പാട്ടിലാക്കി പിടിച്ചടക്കി. ആര്? അബൂജഹല്. ഒരാളൊരു വീട്ടിൽ നിന്ന് സ്വന്തം പൊരേന്ന് അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം വീട്ടിൽ നിന്നാണ്ട് ഇറങ്ങുമ്പോ മദീനത്തേക്ക് ആദർശത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുമ്പോ ഹിജറ പോയപ്പോ ആ പരി കയറി താമസാക്കുകയാണ്. ആരാന്റെ പരിയിലാണ്ട് കയറി താമസാക്കുക, എന്നിട്ട് അവനാന്റേതാക്കി മാറ്റുക. അങ്ങനെയാണ് മുശ്രിക്കുകൾ ചെയ്ത പരിപാടി, അബൂജഹലും പ്രഭൃതികളും ചെയ്ത പരിപാടി. എന്നിട്ടാണ് അവർ കച്ചവടം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അൻവാറുൽ ബസർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. കൈപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഉസ്താദ് ഉണ്ടാക്കിയ കിതാബാണ്. ആ കിതാബിൽ പറയുന്നുണ്ട്, വകാന മിൻ തുജാരിഹിം സബ്ഊന അല സ്വഹീഹി ഖീല അർബഊന. ആ മക്കക്കാരായിരിക്കുന്ന ആളുകൾ കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് ആൾക്കാരെ വിട്ടു. 1000 വരുന്ന ഒട്ടകപ്പുറത്ത് അതാ കച്ചവടക്കാര് സാധനങ്ങളെല്ലാം കയറ്റിവെച്ചുകൊണ്ട് അതാ പ്രിയപ്പെട്ടവരെ ഹഖാനകോ നമറാൽ മക്കാവ് ബിട്ട് നബി പക്കാ മദീന തണവായ്, പക്കാ മദീന തണവായ്. ഹറേതുമെത്തിടുക ഈരാറും ഒത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകെ, ബാറാൽ പൊറുത്ത പിറകെ. ബക്കാതെ സാവർ ബഈറുക്കാകയേറിയ ചരക്കാടൈ പൊന്നും ചുമയായി, ചരക്കാടൈ പൊന്നും ചുമയായി. ബാരുന്ന് വാദി ബദർ ചേരുന്നവർകൾ തിയാം ഊരിന്നൊരുങ്ങി ഖറജായ്, ഊരിന്നൊരുങ്ങി ഖറജായ്. നിക്കാതെ ഷാം കറിയൊക്കെ സുവാനും സൗദാക്കറുകളെല്ലാമും ഒരുമീ, ദാക്കറുകളെല്ലാമും ഒരുമീ. നിഫിറാറാവക്കടവേ കഫിയായ മൂപ്പനബു സുഫിയാനാദണ്ടുമുരയായി, സുഫിയാനാദണ്ടുമുരയായി. അയാളോടെ നമ്മളെ ഇതിന്റെ ഓപ്പറേറ്റർ മോനെ കുറച്ചൊന്ന് എക്ക കൂട്ടണം കേട്ടോ. വിസിലടിക്കണ കോലത്തിലാവും വേണ്ട, വിസിലടിക്കാത്ത കോലത്തിൽ. അൽഹംദുലില്ലാ, അല്ലാഹു അയാൾക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ബക്കാതെ സാവർ ബഈറുക്കാക ഏറിയ ചരക്കാടൈ പൊന്നും ചുമയായി. സാവർ ബഈർ, സാവർ സാവിർ എന്നൊക്കെ പറഞ്ഞ കന്നഡ ഭാഷയാണ്. സാവിർ എന്ന് പറഞ്ഞാൽ എത്രയാ? സാവിർ. ഇന്നലെ അയാൾ പോയോ? അയാളോട് ഇന്നലെ ചോദിച്ച കാരണത്തിനാൽ ഇന്ന് അയാൾ വന്നിട്ടുമില്ല. തൂണിന്റെ മറവിലുണ്ട്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ചിലപ്പോ സാരല്ല, എന്തെങ്കിലും ക്ഷീണം ഉള്ളത് കൊണ്ടാവും. അല്ലാഹു തആല എല്ലാ ക്ഷീണങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സാവർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാവിർ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. അത് കന്നഡ വാക്കാണ്. ബഈർ എന്ന് പറഞ്ഞാൽ അറബി വാക്കാണ്. ബക്കാതെ സാവർ ബഈറുക്കാക ഏറിയ ചരക്കാടൈ പൊന്നും ചുമയായി. 1000 ഒട്ടകത്തിന്റെ പുറത്ത് കച്ചവട ചരക്കുകളെല്ലാം കയറ്റിവെച്ചു കൊണ്ടിട്ട് മക്ക മുശ്രിക്കീങ്ങൾ പുറപ്പെടുകയാണ്. എങ്ങോട്ട്? ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ഈ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം കൊണ്ടിട്ട് എന്താ ലക്ഷ്യം എന്നറിയോ? ഇവർക്ക് മഈഷത്ത് കഴിയലല്ല, ജീവിക്കലല്ല. കിട്ടുന്ന ലാഭത്തിന്റെ വലിയൊരു ഭാഗം മാറ്റിവെച്ചുകൊണ്ടിട്ട് ഇപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നും മദീനത്ത് പോയ യഥരിബ് എന്ന് അവർ പറയാം. യഥരിബിൽ പോയ മുഹമ്മദിനെയും അവന്റെ ആൾക്കാരെയും വകവരുത്തണം. മുഹമ്മദിന് അഭയം കൊടുത്ത യഥരിബുകാരെ പാഠം പഠിപ്പിക്കണം. അതാ അവരുടെ ഉദ്ദേശം.
അതുകൊണ്ട് തന്നെ ആ കച്ചവടത്തിൽ അവർ പോയി. അവർക്ക് ചുരുക്കി പറഞ്ഞാൽ 50,000 പൊന്ന് 50,000 ദീനാർ ലാഭം കിട്ടി. അങ്ങനെ കച്ചവടം കഴിഞ്ഞ് വരുമ്പോഴാണ് അവരോട് എതിർക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലും 300 ചില്ലുവാനം വരുന്ന സ്വഹാബത്തും പുറപ്പെട്ട്. അവരാണ് ബദരീങ്ങൾ. സുഹൃത്തുക്കളെ, അങ്ങനെ പുറപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ സഈദ് എന്ന സ്വഹാബിനെയും ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് എന്ന് പറയുന്ന സ്വഹാബിയെയും സഈദിനെയും ത്വൽഹത്തിനെയും വിളിച്ചിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ബാരുന്ന താജിറുകൾ ചേതി അറിந்து ബന്ദ് ബദർ ചേരും മുൻപോർ കശിന്ത്. ഇവരെ രണ്ടാളെയും വിളിച്ചു കൊണ്ടിട്ട്, ആരെ രണ്ടാളെയും? സഈദ് റളിയല്ലാഹു അൻഹുവിനെയും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു കൊണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും വാരുന്ന താജിറുകൾ ചേതി അറിந்து. താജിറുകൾ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര്. ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരുന്ന മുശ്രിക്ക് വർത്തക സംഘത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞു വരണം. അവരെവിടെ എത്തിയിട്ടുണ്ട്, അവരെ ഹാലെന്താണ്, ഇതെല്ലാം അറിയാൻ വേണ്ടി നിങ്ങൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് രണ്ടാളെ പറഞ്ഞേച്ചു. ആരാണ് രണ്ടാള് മോനെ? ഒന്ന് സഈദ് റളിയല്ലാഹു അൻഹു, ഒന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. അവർ രണ്ടാളും ഇങ്ങനെ ഓരോ വഴിക്ക് പോയി, ഷാമിലേക്കുള്ള വഴിക്ക് പോയി അവർ രണ്ടാളും. പക്ഷെ അപ്പോഴേക്കും കച്ചവടക്കാര് വേറെ വഴിക്ക് മടങ്ങി വരുന്നുണ്ട്. അത് അവരറിയുന്നില്ല, ഈ സ്വഹാബികൾ അറിയുന്നില്ല. അവരിങ്ങനെ കറങ്ങി അവരവിടെ ഇവിടെ കറങ്ങി, ഈ രണ്ട് സ്വഹാബികൾ. അതുകൊണ്ട് ആ സ്വഹാബത്തിന് ഇങ്ങോട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അവരവിടെ ഇവിടെയൊക്കെ കറങ്ങിയപ്പോഴേക്കും ഇവിടെ യുദ്ധം നടന്നു. അങ്ങനെ രണ്ട് സ്വഹാബികൾ, അവരും ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, രണ്ട് സഈദ് റളിയല്ലാഹു അൻഹു, മൂന്ന് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു, മൂന്ന് മുഹാജിരീങ്ങൾ അവരാണ്. വേറെ 5 അൻസാരിയാക്കളും ഉണ്ട്. കണ്ടോ, 5 അൻസാരിയാക്കളുണ്ട്. അവരും ബദറിൽ പങ്കെടുത്തിട്ടില്ല. ഒന്ന് ആരാണ്? അബൂ ലുബാബത്ത് റളിയല്ലാഹു അൻഹു ആണ്. കശകോട യാസീൻ വരും വരെ ബൈത്ത് കാപ്പാനബു ലോബാബത്തോടുരൈത്ത് മശമാൽ അദിയൻ സുദർ ആസിമോരാ മദനിൽ ഖുബാ പള്ളിയിൽ ആക്കി നേരാ. കശകോട യാസീൻ വരും വരെ ബെയ്ത്ത് കാപ്പാൻ അബൂ ലുബാബത്തോട് ഉരൈത്ത്. അല്ലാഹുവിന്റെ റസൂൽ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നവരെ ബെയ്ത്ത് കാപ്പാൻ അബൂ ലുബാബത്തോട് ഉരൈത്ത്. കാപ്പാൻ എന്ന് പറഞ്ഞാൽ കാക്കാൻ എന്നർത്ഥം, കാത്ത് സംരക്ഷിക്കാൻ. ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ ബൈത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈത്തുൻ നബി എന്ന് പറഞ്ഞാൽ എന്താ? മദീന രാജ്യത്തിന് ബൈത്തുൻ നബി എന്ന് പേരുണ്ട്. കിതാബുകളിൽ കാണും മദീനയെ സംരക്ഷിക്കാൻ മദീനന്റെ ഉത്തരവാദിത്വം, കാവലിന്റെ ഉത്തരവാദിത്വം അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു എന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ തങ്ങളുടെ അൽ ഇസ്തിആബ് എന്ന കിതാബിൽ പറയുന്നുണ്ട്. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട് എന്നർത്ഥം വെക്കണ്ട. വീട് ഉൾപ്പെടെയുള്ള മദീന മൊത്തമായി സംരക്ഷിക്കാൻ ആരെ ഏൽപ്പിച്ചു? അബൂ ലുബാബ തങ്ങളെ ഏൽപ്പിച്ചു. ആരെ ഏൽപ്പിച്ചു? ചുരുക്കി പറഞ്ഞാൽ 8 ആള് പങ്കെടുത്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഏതായാലും അല്ലാഹുവിന്റെ റസൂൽ അതാ അവിടുന്ന് പുറപ്പെടുകയാണ്. സ്വഹബുകളിൽ മൂണ്ടാളിൽ അബുമർസദോർക്കി സബലിയന പേര് ഖൈലുണ്ടും പുലിമിഖ്ദാദിൽ സബ്ഹ തദ്ബർജതാരണ്ടിൽ ഒരു തുരകം താൻ നിലയസൂബണ്ടും ഉരപുരവീത്താനും ഉണ്ടനി സബഊന നെടിലുകളുള്ള തവയിലുണ്ടുന്നാൽ പല പല കൗലാൽ ഷഹറുകളിൽ പോരിഷ വിഘ്രമമാനീരാറും ഷറഫുടയേ തിങ്കൾ യൗമിനിൽ അരികോരും ഖറജോട് ശരീരം നല്ലീടൈ തിരുനബി തങ്ങൾ ചെല്ല് ചെല്ല് പാട് പാട് ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായം നേരം വള്ളർ കൊടി മൂണ്ടെണ്ണം കേട്ടിടൈ അതിലുണ്ട്
അഭിയന്ന് വർണ്ണമതാം പിൻ രണ്ടും ഷഹറുകളിൽ